ഇപ്പോൾ നമ്മുടെ അവെഞ്ചേഴ്സ് കുറച്ച് സൂപ്പർ ഹീറോ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വേറെ ഒരു ഡൈമെൻഷനിൽ പോയി തിരിച്ച് അവരുടെ സിറ്റിയിൽ വന്നതും എന്തോ കണ്ട് അവെഞ്ചേഴ്സ് എല്ലാവരും ഞെട്ടിപ്പോവുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സിറ്റിയിൽ ഗ്രഹങ്ങളെ മുഴുവൻ കഴിച്ച് വിശപ്പടക്കുന്ന മാർവൽ യൂണിവേഴ്സിൻ്റെ തീറ്ററപ്പായി ആയ ഗലാക്ടസ് വന്നിരിക്കുകയാണ്. ഗലാക്ടസ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഭൂമിയെ കഴിക്കുവാൻ വേണ്ടിയാണ്. അങ്ങനെ ഇപ്പോൾ ഗലാക്ടസിനെ കണ്ടതും ഗലാക്ടസിനോട് എങ്ങനെ ഫൈറ്റ് ചെയ്യണമെന്നൊക്കെ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും നമ്മുടെ അയൺമാൻ അതൊന്നും കേൾക്കുന്നില്ല. പുള്ളിക്കാരൻ നേരെ ഗലാക്ടസിൻ്റെ അടുത്തേക്ക് പറന്നു ചെല്ലുകയാണ്. പക്ഷേ അയൺമാൻ ഫൈറ്റ് ചെയ്യുവാനൊന്നുമല്ല ഗലാക്ടസിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്, പകരം ഒരു സമാധാന ചർച്ചയ്ക്ക് വേണ്ടിയാണ്. അങ്ങനെ ഇപ്പോൾ അയൺമാൻ ഗലാക്ടസിനോട് മര്യാദയ്ക്ക് പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ ഇവിടെ നിന്ന് പോകുവാൻ പറഞ്ഞതും എനിക്ക് വിശന്നാൽ ഞാൻ കഴിക്കുമെന്നും പറഞ്ഞ് അയൺമാനെ ഗലാക്ടസ് ഇല്ലാതെയാക്കുകയാണ്. അത് കണ്ട് അവെഞ്ചേഴ്സ് എല്ലാവരും ഞെട്ടിപ്പോകുന്നു. അയൺമാനെ ഇല്ലാതെയാക്കിയതിൻ്റെ ഒപ്പം ഗലാക്ടസും അവിടുന്ന് എങ്ങോട്ടോ പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അയൺമാൻ മരിച്ചു പോയത് കണ്ട് ക്യാപ്റ്റൻ അമേരിക്കയും ബാക്കിയുള്ളവരും സങ്കടപ്പെട്ട് നിൽക്കെ അയൺമാൻ മരിച്ചിട്ടില്ല എന്നും ഗലാക്ടസിൻ്റെ അറ്റാക്കിൽ അയൺമാൻ എങ്ങോട്ടോ ടെലിപ്പോർട്ടായി പോയതാണെന്നും മാത്രമല്ല അയൺമാൻ എന്തൊക്കെയോ തൻ്റെ ടെക്നോളജീസ് ഉപയോഗിച്ച് ഗലാക്ടസിനോട് പറഞ്ഞിട്ടുണ്ടെന്നും ഫാൽക്കൺ ബാക്കിയുള്ളവരോട് പറയുകയാണ്. അത് കേട്ട് ബാക്കിയുള്ളവർക്ക് ഭയങ്കര ആശ്വാസമാകുന്നു. അവരെല്ലാവരും അയൺമാൻ്റെ ലൊക്കേഷൻ നോക്കി ഒരു പ്ലാനറ്റിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്നതും ആ പ്ലാനറ്റിലുള്ളവരെല്ലാം അവിടുന്ന് കുറേ സ്പേസ്ഷിപ്പിൽ കയറി അങ്ങോട്ട് ഓടിപ്പോകുന്നത് അവെഞ്ചേഴ്സ് കാണുന്നു. എന്തുകൊണ്ടാണ് ഇവരെല്ലാവരും സ്വന്തം ഗ്രഹം വിട്ട് ഓടിപ്പോകുന്നതിൻ്റെ ശരിയായ കാരണം നമ്മുടെ അവെഞ്ചേഴ്സിന് അവിടുന്ന് മനസ്സിലാവുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ അവരുടെ ആ പ്ലാനറ്റിൽ ഇപ്പോൾ ഗലാക്ടസ് വന്നിരിക്കുകയാണ്. ഗലാക്ടസിനെ കണ്ട് പേടിച്ചാണ് ആ പ്ലാനറ്റിലുള്ളവരെല്ലാം അവിടുന്ന് ജീവനും കൊണ്ട് ഓടിപ്പോകുന്നത്. അങ്ങനെ ഇപ്പോൾ ക്യാപ്റ്റൻ അമേരിക്കയും ബാക്കിയുള്ളവരും നമ്മുടെ അയൺമാൻ എവിടെയാണെന്ന് അന്വേഷിച്ച് നടക്കെ അവരെല്ലാവരും നമ്മുടെ ഗാർഡിയൻസ് ഓഫ് ഗാലക്സിയെ കണ്ടുമുട്ടുകയാണ്. ഗലാക്ടസിൻ്റെ കയ്യിൽ നിന്നും ഈ പ്ലാനറ്റിനെ രക്ഷിക്കുവാനാണ് ഗാർഡിയൻസ് അവിടെ വന്നത്. മാത്രമല്ല അവിടെ വെച്ച് ഗലാക്ടസിന് വേണ്ടി പ്ലാനറ്റുകൾ കണ്ടെത്തി ഗലാക്ടസിന് കാണിച്ചു കൊടുക്കുവാനായി ഗലാക്ടസ് നിയമിച്ചിരിക്കുന്ന ഗലാക്ടസിൻ്റെ പുതിയ ജോലിക്കാരനെ കണ്ട് ക്യാപ്റ്റനും ബാക്കിയുള്ളവരും ഞെട്ടിപ്പോവുകയാണ്. കാരണം ഗലാക്ടസിൻ്റെ പുതിയ ജോലിക്കാരൻ നമ്മുടെ അയൺമാനാണ്. ഗലാക്ടസ് അയൺമാന് കോസ്മിക് പവറൊക്കെ ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ക്യാപ്റ്റൻ അമേരിക്കയും ബാക്കിയുള്ളവരും ഗലാക്ടസിനെ വീഴ്ത്തുവാനായി അയൺമാൻ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നും അതുകൊണ്ടാണ് അയൺമാൻ ഗലാക്ടസിൻ്റെ ജോലിക്കാരനായി മാറിയതെന്നും വിചാരിക്കുകയാണ്. എന്നാൽ ഗാർഡിയൻസ് അത് വിശ്വസിക്കുന്നില്ല. അയൺമാൻ ഇപ്പോൾ ഗലാക്ടസിൻ്റെ കൺട്രോളിലാണെന്നും അതുകൊണ്ട് അയൺമാൻ നമ്മുടെ ശത്രുവാണെന്നും അവനെ വീഴ്ത്തിയാൽ മാത്രമേ ഗലാക്ടസിനെ തോൽപ്പിക്കാൻ സാധിക്കുള്ളൂ എന്നും പറഞ്ഞ് ഗാർഡിയൻസ് അയൺമാനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അയൺമാൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ തന്നെ അയൺമാൻ ഒന്നും സംഭവിക്കാതിരിക്കുവാൻ വേണ്ടി അവെഞ്ചേഴ്സ് ഗാർഡിയൻസിനെ ചെന്ന് തടയുന്നു. അങ്ങനെ അവിടെ ഗാർഡിയൻസും അവെഞ്ചേഴ്സും തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുകയാണ്. അങ്ങനെ അവരെല്ലാവരും അവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കെ അയൺമാൻ അവിടെയുള്ള ആളുകളെല്ലാം രക്ഷിക്കുന്നത് അവരെല്ലാവരും കാണുകയാണ്. പക്ഷേ ഗാർഡിയൻസ് വീണ്ടും നമ്മുടെ അയൺമാനെ അറ്റാക്ക് ചെയ്യുവാൻ നോക്കുകയാണ്. നമ്മുടെ അയൺമാൻ തിരിച്ചടിക്കുന്നുമുണ്ട്. മാത്രമല്ല ആ ഫൈറ്റിൻ്റെ ഇടയിൽ തൻ്റെ കൂട്ടുകാരായ അവെഞ്ചേഴ്സിനോട് ഗലാക്ടസ് ഈ പ്ലാനറ്റിനെ കഴിക്കണമെന്ന് അയൺമാൻ പറഞ്ഞതും അതൊക്കെ കേട്ട് അവെഞ്ചേഴ്സിന് ഒന്നും മനസ്സിലാകുന്നില്ല. പക്ഷേ അയൺമാൻ കാര്യമായി എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് അവർക്കെല്ലാവർക്കും മനസ്സിലാകുന്നു. അതുകൊണ്ട് തന്നെ ഗലാക്ടസിൻ്റെ കയ്യിൽ നിന്നും ഈ പ്ലാനറ്റിനെ രക്ഷിക്കുവാൻ അവെഞ്ചേഴ്സ് പോകുന്നില്ല. എന്നാൽ ഗാർഡിയൻസ് ഗലാക്ടസിനെയും അയൺമാനെയും അറ്റാക്ക് ചെയ്ത് വീഴ്ത്തുവാൻ നോക്കുകയാണ്. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യവും ഉണ്ടാകുന്നില്ല. ഗലാക്ടസ് തൻ്റെ മെഷീൻ ഉപയോഗിച്ച് ഇപ്പോൾ ആ പ്ലാനറ്റിലെ എനർജി മുഴുവൻ എടുക്കുവാൻ തുടങ്ങുകയാണ്. പക്ഷെ പെട്ടെന്ന് ഗലാക്ടസിന് എന്തോ സംഭവിക്കുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഗലാക്ടസിൻ്റെ ശരീരത്തിനുള്ളിൽ ഇപ്പോൾ ആ മെഷീൻ ഉപയോഗിച്ച് ഭയങ്കരമായി ഓവർലോഡായി അവിടെയുള്ള എനർജി മുഴുവൻ കയറുവാൻ തുടങ്ങുകയാണ്. ഗലാക്ടസിന് അത് നിർത്തുവാൻ സാധിക്കുന്നില്ല. ഗലാക്ടസിൻ്റെ ആ മെഷീൻ തന്നെ ഇപ്പോൾ തകരുവാൻ തുടങ്ങുന്നു. അത് കണ്ടതും എന്താണ് സംഭവമെന്ന് അവെഞ്ചേഴ്സും ഗാർഡിയൻസും പരിശോധിച്ചതും ഈ പ്ലാനറ്റിലെ എനർജി കോർ ഭയങ്കരമായി ചൂടായിക്കൊണ്ടിരിക്കുകയാണെന്നും ഗലാക്ടസ് ഈ പ്ലാനറ്റിൽ വന്നില്ലായിരുന്നുവെങ്കിലും ഈ പ്ലാനറ്റ് കുറച്ച് നേരത്തിന് ശേഷം പൊട്ടിത്തെറിച്ച് പോകുമായിരുന്നുവെന്നും അവരെല്ലാം മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് അപകടമാണെന്ന് മനസ്സിലാക്കി അവരെല്ലാവരും തിരിച്ച് സ്പേസ്ഷിപ്പിൽ കയറി ആ പ്ലാനറ്റിൻ്റെ പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ ആ പ്ലാനറ്റിലെ എനർജി മുഴുവൻ കൺട്രോൾ ചെയ്യുവാൻ സാധിക്കാതെ നിൽക്കുന്ന ഗലാക്ടസ് അയൺമാനോട് തന്നെ വന്ന് സഹായിക്കുവാൻ പറഞ്ഞതും അപ്പോൾ തന്നെ അയൺമാൻ നീ പറഞ്ഞതുപോലെ നിനക്ക് ആവശ്യമായ ഒരു പ്ലാനറ്റ് ഞാൻ നിനക്ക് കണ്ടെത്തി തന്നുവെന്നും ഇനി നീ ഇവിടെയുള്ള എനർജി മുഴുവൻ കഴിച്ച് ചത്തുപോയാൽ തനിക്ക് ഒരു കുഴപ്പമില്ല എന്നും ഗലാക്ടസിനോട് പറഞ്ഞ് അയൺമാൻ അവിടുന്ന് തൻ്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ തന്നെ ആ പ്ലാനറ്റ് പൊട്ടിത്തെറിച്ച് ഇല്ലാതെയാകുന്നു. ശരിക്കും സംഭവം എന്താണെന്ന് വെച്ചാൽ ഭൂമിയെ രക്ഷിക്കുവാൻ വേണ്ടി അയൺമാൻ ഗലാക്ടസുമായി ഒരു ഡീൽ ഉണ്ടാക്കിയിരുന്നു. ആ ഡീൽ പ്രകാരമാണ് ഗലാക്ടസിന് കഴിക്കുവാനായി അയൺമാൻ കുറച്ചു നേരത്തിന് ശേഷം പൊട്ടിത്തെറിച്ച് ഇല്ലാതെയാകാൻ പോകുന്ന ഈ പ്ലാനറ്റ് കണ്ടെത്തിയത്. ഈ പ്ലാനറ്റിലെ എനർജി എടുക്കുവാൻ ഗലാക്ടസ് ശ്രമിച്ചാൽ ഗലാക്ടസിന് അത് അപകടമായിരിക്കുമെന്ന് അയൺമാന് മനസ്സിലായി. മാത്രമല്ല പ്ലാനറ്റ് പൊട്ടിത്തെറിക്കാൻ പോകുന്നത് അറിയാതെ അവിടെ ജീവിക്കുന്ന ആളുകളെയെല്ലാം ആദ്യം രക്ഷിക്കുവാൻ തീരുമാനിച്ച അയൺമാൻ
ഗലാക്ടസിനോട് പ്ലാനറ്റിനെ പറ്റി മാത്രം പറഞ്ഞ് എന്ന് വെച്ചാൽ പൊട്ടിത്തെറിക്കാൻ പോകുന്നതൊന്നും പറയാതെ ഗലാക്ടസിനെ ആ പ്ലാനറ്റിൽ കൊണ്ടുവന്നതും അപ്പോൾ തന്നെ ഗലാക്ടസിനെ കണ്ട് അവിടെയുള്ള ആളുകളെല്ലാം അവിടുന്ന് സ്പേസ്ഷിപ്പിൽ കയറി രക്ഷപ്പെട്ടു. അങ്ങനെ നമ്മുടെ അയൺമാൻ ആ പ്ലാനറ്റിലുള്ള ആളുകളെല്ലാം രക്ഷിച്ചിരിക്കുകയും ഗലാക്ടസിനിട്ട് പണി കൊടുത്തിരിക്കുകയുമാണ്. പക്ഷേ ഇപ്പോൾ ആ പ്ലാനറ്റ് പൊട്ടിത്തെറിച്ച് ഗലാക്ടസ് മരിക്കുന്നൊന്നുമില്ല. പുള്ളിയുടെ ബോധം പോയി ബഹിരാകാശത്ത് പറന്ന് നടക്കുകയാണ്. ഇനി ബോധം തിരിച്ചു വന്ന് കണ്ണ് തുറക്കണമെങ്കിൽ കുറേ കാലം കഴിയും. അതുകൊണ്ട് തന്നെ കുറേ കാലത്തേക്ക് ഗലാക്ടസിൻ്റെ ശല്യം ഇനി ഉണ്ടാകില്ലല്ലോ എന്ന് ഓർത്ത് സന്തോഷിച്ചിരിക്കുകയാണ് ഗാർഡിയൻസും പിന്നെ അവെഞ്ചേഴ്സും. അങ്ങനെ നമ്മുടെ അയൺമാൻ ഗലാക്ടസിനെ തോൽപ്പിച്ച് എല്ലാവരെയും രക്ഷിച്ചിരിക്കുകയാണ്. അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു.